പണ്ട് പേർഷ്യൻ രാജ്യം അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തെ നേരിട്ടു. നിസ്സഹായനായ രാജാവ് സഹായത്തിനായി ഇന്ത്യയിലെ രാജാവിനെ സമീപിച്ചു. ഇന്ത്യൻ രാജാവ് തന്റെ വിശ്വസ്തനായ മന്ത്രവാദിയോട് കാര്യങ്ങൾ പറഞ്ഞു. മന്ത്രവാദി 1000 കുതിരകളിൽ നിന്ന് ഒരു അമാനുഷിക ശക്തിയെ ഉണർത്തി. ഈ ശക്തി പേർഷ്യൻ രാജ്യത്തെ യുദ്ധങ്ങളിൽ എല്ലാം ജയിക്കാൻ സഹായിച്ചു. എന്നാൽ മറ്റു ചില മന്ത്രവാദിമാർ ചേർന്ന് ഈ അമാനുഷിക ശക്തിയെ പിടികൂടി പല കുപ്പികളിലായി ബന്ധനത്തിലാക്കി. വർഷങ്ങൾക്കു ശേഷം ഒരു മന്ത്രവാദിയുടെ കൈകളിൽ നിന്ന് ഒരു കുപ്പി അപ്രത്യക്ഷമായി. അത് വന്നെത്തിയത് ഒരു കുട്ടിയുടെ കൈകളിലാണ്. നിർഭാഗ്യവശാൽ 30 കുപ്പികൾ ചേർന്നാലേ ആ അമാനുഷിക ശക്തിയുടെ പൂർണ്ണ വീര്യം ലഭിക്കാൻ 30 കുപ്പികൾ ചേരേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ആ കുട്ടിയുടെ കൈവശം ഒരേയൊരു കുപ്പി മാത്രമാണുള്ളത്. അപ്പൊ ഈ 30 പേരിൽ ഒരാളാണല്ലേ നീ? അപ്പൊ ഈ ബാക്കി 29 പേരവിടെ ഉറങ്ങിയ 29 പേര്. ആ 29 പേര് ഈ ലോകത്തിന്റെ പല പല സ്ഥലങ്ങളിലാ. നമുക്കിപ്പോ അവരെ പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അവരിവിടെ അടുത്തൊക്കെ ഉണ്ട്. അവരൊന്നിക്കണം, എന്നാലേ എനിക്ക് ഞങ്ങളുടെ പരിപാടികൾ തുടങ്ങാൻ പറ്റുള്ളൂ. അതല്ല, അപ്പൊ നിന്റെ കുപ്പി എന്തായില്ലേ കുപ്പി? ആ, അത് ഒരു രസകരമായ കഥ. അത് ഈ കുപ്പികൾ അവര് ഷെയർ ചെയ്യും. മന്ത്രവാദിമാര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചപ്പോ ഒരു മന്ത്രവാദി എന്നെ തൈലത്തിന്റെ കുപ്പിയിലാക്കി. അങ്ങനെയാണ് നിന്റെ കയ്യിൽ ഞാൻ എത്തണത്. പിന്നെ ഈ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ആ, അത് ഞാൻ എടുത്തു. ഞാനിങ്ങനൊക്കെ കുറെ മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും. ജസ്റ്റ് ഫോർ എ ഫൺ. അടിപൊളിയായി. അല്ല, അപ്പൊ അതെനിക്ക് ഈ ഡ്രസ് മാറ്റാനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ? അല്ല, എനിക്ക് കുറച്ചുകൂടെ കഴിവുകളുണ്ട്. സംഭവം ഈ 29 പേരെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിവുകളേ ഉള്ളൂ. അങ്ങനെയാണല്ലേ? ഞാൻ എന്റെ കൂട്ടാനായിട്ട് ഒരു ചെസ് മത്സരം വെച്ചിട്ടുണ്ട്. നിനക്ക് അത് ജയിപ്പിച്ചു തരാൻ പറ്റുമോ? പിന്നെ അതൊക്കെ സുഖല്ലേ, ഈസി. ഇതിങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മ സെറ്റാക്കും. ആ, നീ കോൺഫിഡൻസ് ആയിട്ടിരിക്കടാ. അവൻ അവിടെ ഇരുന്നോട്ടെ. അല്ല, അപ്പൊ നിന്നെ എനിക്ക് കാണാൻ പറ്റില്ലേ? അവൻ അതിനുള്ള കഴിവൊന്നുമില്ല. എന്നെ ആരൊക്കെ കാണണമെന്ന് ഞാൻ വിചാരിക്കണവർക്ക് മാത്രമേ എന്നെ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ മറ്റേ സഹോദരന്മാർക്ക്, മറ്റേ മായാവിന്ന് നീ വിളിക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക്. ഇനി ഈ മായാവി മായാവി എന്നുള്ള വിളി മാറ്റിക്കേട്ടാ. അങ്ങനെ നിനക്ക് നമുക്കൊരു ചെസ് മെച്ചം. പിന്നെ അത് കളിക്കാനല്ലേ ഞാൻ നേരത്തെ. അല്ല, ചെസ് ബോർഡ് എവിടെ? അതെന്റെ ഫോണിലുണ്ട്, അത് കളിക്കാം നമുക്ക്. അതെ, ശരി, കളിക്കാം. കുഞ്ഞു കൈക്കുള്ളിൽ ഒതുങ്ങുന്ന മാന്ത്രികൻ കണ്ണടച്ചു തുറക്കും മുൻപേ മുന്നിൽ എത്തും. സ്കൂൾ ബാഗിനുള്ളിലെ രഹസ്യമായി, ക്ലാസ് മുറിയിലെ കുഞ്ഞു തമാശയായി, നമ്മൾ പങ്കിടും മിഠായി തൂണ്ടുപോലെ മധുരമുള്ളൊരു കൂട്ട്, നീയൊരു തേനൂറും പാട്ട്. നക്ഷത്രപ്പൂൾ പറക്കാൻ പറന്നു പോകാം, മേഘക്കൂട്ടിൽ ഒഴിച്ചു കളിക്കാം. എന്റെ രാജാവിടെ? രാജാവിനെ കിട്ടി. അതെങ്ങനെ? ഞാൻ പറ്റില്ല, കണ്ടില്ലേ? അതെങ്ങനെ? അതിരാ പറ്റി. ഇതില്ല കളിച്ച് തോൽക്കാറായിട്ട്. നീ ഒന്നിട്ട് പരിപാടി ഉണ്ട് കാണിച്ചേ. എന്താടാ നീ എന്താ പറഞ്ഞ? രാജാവ് പോയി കഴിഞ്ഞാൽ അവൻ തോൽക്കുന്നല്ലേ? ഞാൻ അത്രല്ലേ ചെയ്തുള്ളൂ. മായാവി എങ്ങനെയുണ്ടായിരുന്നു എന്റെ മാജിക് സ്കില്ല്? മായാവി ഇങ്ങോട്ട് വന്നു.